وأنزله المقعد المقرب عندك يوم القيامة يا رب العالمين. اللهم اجعلنا فائزين في الدنيا والآخرة. اللهم لا تجعلنا من الخائبين يا رب العالمين. اللهم اجعلنا من الذاكرين واجعلنا من الشاكرين واجعلنا من عبادك الصالحين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم حصل حلال مرادنا وبلغ مقصودنا يا رب العالمين. ربنا ارحم آباءنا وأمهاتنا كما ربونا صغارا. കരുണക്കടലായ തമ്പുരാനെ, റഹ്മാനും റഹീമുമായ അല്ലാഹ്, മാലികുൽ മുലൂക്കായ തമ്പുരാനെ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ അടിയാറുകളായ നിന്റെ അടിമകൾ നിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടി തമ്പുരാനെ, തറാവീഹ് നമസ്കരിച്ചു തമ്പുരാനെ, വിത്ർ നമസ്കരിച്ചു അല്ലാഹ്. എല്ലാം നീ തൃപ്തിപ്പെട്ട നിലവാരത്തിൽ കബൂലാക്കണേ അല്ലാഹ്. അതിൽ വന്നിട്ടുള്ള സർവമാന പിഴവുകളും നീ വിട്ട് പുറത്തുമാക്കണേ അല്ലാഹ്. ദുർബലരാണ് തമ്പുരാനെ, ബലഹീനരാണ് തമ്പുരാനെ, സ്വന്തം ശരീരത്തോട് അക്രമങ്ങൾ പ്രവർത്തിക്കുന്നവരാണ് അല്ലാഹ്. എല്ലാം നീ വിട്ട് പുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നാളെ നിന്റെ അടുക്കലേക്ക് വരുമ്പോൾ പാപരഹിതമായി വരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ വിശുദ്ധമായ റമളാൻ മാസം അതിനെ അവസരമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് നീ ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, വിശുദ്ധമായ റമളാനിന്റെ റഹ്മത്തിന്റെ പത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതാണ് തമ്പുരാനെ. ആ വിശുദ്ധമായ റമളാനിന്റെ റഹ്മത്തിന്റെ നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ റഹ്മത്തിന്റെ പത്ത് ഞങ്ങൾ വിട പറയുകയാണ് തമ്പുരാനെ. അല്ലാഹുവേ, രണ്ടാമത്തെ പത്തിലേക്ക് ഞങ്ങൾ കാലെടുത്ത് വെക്കുകയാണ് അല്ലാഹ്. റഹ്മത്ത് കിട്ടിക്കൊണ്ട് പാപമോചനത്തിലേക്ക് നടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഇത് നോമ്പ് റബ്ബേ, നോമ്പ് കഞ്ഞി നൽകിയതായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ മനസ്സിന്റെ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, പ്രിയപ്പെട്ട സഹോദരന് മരണപ്പെട്ടു പോയതായി പിതാവിന് വേണ്ടി ചെയ്തതാണ് തമ്പുരാനെ. എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഖബർ നീ പ്രവിശാലമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിന്റെ ആരാമങ്ങളാക്കി നീ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഇന്ന് വജീലം നൽകുന്നുണ്ട് തമ്പുരാനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ആ പിതാവിന്റെ ഖബർ നീ പ്രവിശാലമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിന്റെ ആരാമമാക്കി നീ മാറ്റണേ തമ്പുരാനെ. എല്ലാവിധമായ അദാബുകൾ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ആ കുടുംബത്തെ നീ കാത്തോളണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, അവർക്ക് നീ ക്ഷമ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ധാരാളം സഹോദരങ്ങൾ നോമ്പ് തുറയുമായി ബന്ധപ്പെടുന്നുണ്ട് തമ്പുരാനെ. ഇതര മതസ്ഥരും റബ്ബേ സാമ്പത്തികപരമായി സഹായിക്കുന്നുണ്ട് തമ്പുരാനെ. അവർക്ക് അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. അവർക്ക് നീ ഹിദായത്ത് നൽകണേ തമ്പുരാനെ. ഏകോദര സഹോദരങ്ങളായി കഴിയാൻ ഞങ്ങൾക്കും അവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. പ്രവാസികളാകുന്ന സഹോദരങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അവരുടെ മനസ്സിന്റെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, വിശുദ്ധമായ റമളാൻ മാസം ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹ്. പ്രതികൂലമാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഹബീബായ മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ മജ്‌ലിസ് അതിൽ നീ സമമാക്കണേ അല്ലാഹ്. ഹബീബായ മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെല്ലാം നന്മയായ കാര്യങ്ങൾ നിന്നോട് ചോദിക്കുന്നുണ്ടോ തമ്പുരാനെ. റബ്ബേ, ഞങ്ങളും ചോദിക്കുകയാണ് റബ്ബേ, ഞങ്ങൾക്ക് നീ നൽകണേ
അല്ലാഹ്. ഹബീബായ മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെല്ലാം ശർറായ കാര്യങ്ങൾ കാവൽ ചോദിച്ചിട്ടുണ്ടോ തമ്പുരാനെ, ഞങ്ങളും കാവൽ ചോദിക്കുകയാണ്. ഞങ്ങളെ നീ കാത്തോളണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളേക്ക് നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. കണ്ണിന് കുളിർമയുള്ള പൊന്നു മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ ലഹരിക്ക് അടിമയാക്കല്ലേ തമ്പുരാനെ. ഓരോ ദിവസവും വ്യത്യസ്തമായ വാർത്തകൾ കേൾക്കുന്നവരാണ് തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളേക്ക് നീ കാത്തോളണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا عليك توكلنا وإليك نبنا وإليك المصير. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بحقه صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.